ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബൊഗെയിൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ. ഈ വേനലിൽ നമ്മുടെ ബൊഗെയിൻവില്ല പ്ലാന്റ്സൊക്കെ നിറയെ പൂവിടാൻ, ഇല കാണാത്തതുപോലെ പൂവിടാനും, ഒരു സെക്ഷൻ പൂവിട്ട് കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റിയ 3 ജൈവ വളങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതോടൊപ്പം ഞാൻ എൻ്റെ ചെടികളും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഓറഞ്ച് കളറിലെ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് കണ്ടോ, നിറയെ പൂവിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടോ, എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയേ. നല്ലൊരു കളറാണേ. ഈ ചെടി ആദ്യം ഓറഞ്ച് കളറിലാണ് നമുക്ക് പൂക്കൾ തരുന്നത്. കുറേ ദിവസം ഈ പൂക്കൾ നിൽക്കും, അതിനുശേഷം അതിന് പീച്ച് കളറിലോട്ട് മാറും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഓറഞ്ച് കളറിലെ ഈ പ്ലാന്റ്. കണ്ടോ, ഇതിങ്ങനെ കൊലയായിട്ട് പൂക്കളുണ്ടാകുന്നത് കണ്ടല്ലേ, എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കി. ഇതിൻ്റെ നടുക്കോട്ട് നോക്കി, ഇതിൻ്റെ കണ്ടോ പൂ കണ്ടില്ലേ. അടുത്തായിട്ട് കണ്ടോ ഈ ചെടിയൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ പൂക്കളായി വരുന്നതേ ഉള്ളേ. അതേപോലെ ഇത് കണ്ടോ, ഇതുപോലെ നല്ലൊരു കളറാണ് കേട്ടോ, മജന്ത കളറാണേ, മജന്ത. നോക്കി എന്ത് ഭംഗിയുണ്ടോ നോക്കി, കൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് കണ്ടോ, കൊലയായിട്ട് ഇങ്ങനെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മജന്ത കളറിലെ. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതും പിന്നെ ലീവ്സിന്, ഇതിൻ്റെ ഈ ബൊഗെയിൻവില്ലയുടെ ഇലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നതാണ്. ഇതിന് കണ്ടോ ബ്രാക്റ്റ് എന്നാണ് പറയുന്നത്. കണ്ടോ, ഇതിന് നടുക്കുള്ളതാണ് ഈ പൂവേ. ഫ്ലവർ എന്ന് പറയുന്നത് ഇതാണേ, വൈറ്റ് കണ്ടോ. അതുപോലെ ഇത് കണ്ടോ, പീച്ച് കളർ കണ്ടില്ലേ, ഇത് വേരിഗേറ്റഡ് ആണേ, നല്ല ഭംഗിയല്ലേ. ഇതുപോലെ ഇതിൻ്റെ അറ്റത്തെല്ലാം ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കണ്ടോ. ഇതിന് മുള്ളില്ല, ഈ ഒരു ചെടിക്ക് വെറിഗേറ്റഡ് ആണ്, മുള്ളില്ലാത്തൊരു ചെടിയാണ് കണ്ടോ. അതുപോലെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ കളറ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. പീച്ചും പിങ്കും കൂടെ ചേർന്നൊരു കളറാണേ കണ്ടോ. ഇതുപോലെ കൊലയായിട്ട് പൂക്കളുണ്ടാകുന്നത്. അതേപോലെ ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, എന്ത് ഭംഗിയായിരിക്കുന്നു. പിങ്കിൻ്റെ ഇതും കൊലയായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ്. പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്, നല്ല ഒരു ഭംഗിയുള്ളൊരു കളറാണ് കണ്ടോ. കണ്ടോ, ഇത് കണ്ടില്ലേ. കണ്ടോ, ഇതുപോലെ ഈ കളർ കണ്ടില്ലേ കണ്ടോ, യെല്ലോയും പിങ്കും കൂടെ ചേർന്നൊരു കളറാണേ. 2 കളറായതിൽ കണ്ടോ, ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കളറുകളാണ്. ഇത് കണ്ടില്ലേ, ഇതും അതേ തന്നെ, പിങ്കും പീച്ചും കൂടെ ചേർന്നൊരു കളറാണ്. കാരണം നമുക്ക് ഇതിനകത്ത് കാണും മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇത് റെയറായിട്ടൊരു പിങ്ക് കളറ്, നല്ല രസമുള്ളൊരു റെയർ ചെടിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതും വെറിഗേറ്റഡ് ആണ്, ഇതിലും ഉള്ള ചെടിയല്ല കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്, ഇത് നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണേ കണ്ടോ. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഇത് നല്ല പൂക്കളാവുന്ന ചെടിയാണ്, നല്ല ഭംഗിയുള്ളതാണ്. പക്ഷേ ഇതിൽ പൂവായി വരുന്നതേ ഉള്ളൂ കണ്ടോ, മുട്ടുകളാണ്, മുഴുവൻ മുട്ടുകളാണേ. അപ്പോൾ ഇതിലെല്ലാം നിറഞ്ഞ പൂക്കളാകുമ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനിയും കുറേ ചെടിയും കൂടെ എൻ്റെ പൂക്കാനുണ്ടേ കണ്ടോ. ഇത് നല്ല റെയർ കളറ് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ കളറ്, ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണേ. ഇതാ നമ്മളിത് ഈ റോഡിൻ്റെ സൈഡിൽ വെച്ചേക്കുവാണ്, നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിലെ. പിന്നെ അവിടെ പൊക്കത്തിലും നമ്മൾ വെച്ചിട്ടുണ്ട്, 2-3 കളറുണ്ട് കണ്ടോ, അത് മിക്സായിട്ട് നിൽക്കുന്ന 2-3 കളറുണ്ട്. അതുപോലെ ആർച്ചിലും നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ആർച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ആർച്ചിലും ഇങ്ങനെ ഇത് പൂക്കളായി വരുന്നതേ ഉള്ളേ കണ്ടോ. അവിടെയുണ്ട് 2-3 കളറ്. പിന്നെ അങ്ങേ സൈഡിൽ ഒരു റോയായിട്ട് വെച്ചിട്ടുണ്ട് ചെടിയെ. കുറേ ചെടികളുണ്ട് എനിക്ക് ബൊഗെയിൻവില്ല കണ്ടോ. ഇനി അകത്തിരിക്കുന്ന ചെടികളെ നമുക്കൊന്ന് കാണാമേ.
കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറാണേ, പർപ്പിളാണ്. ഇത് കണ്ടില്ലേ, പീച്ച് കളറ്. കണ്ടോ, ഇതിലും മുള്ളുള്ള ചെടിയല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഹൈബ്രിഡിൻ്റെ മുള്ളില്ലാത്ത കുറേ പ്ലാന്റ്സുകളുണ്ട്. ഇതിന് മുള്ളുള്ളതല്ല, ഒട്ടും മുള്ളുള്ളതല്ല. ഇതിലും മുള്ളുള്ളതല്ല. കണ്ടോ, ഇതും ഇങ്ങനെ കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. കണ്ടോ, ഇത് വീഡിയോ ലെങ്തി ആകാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കാണിക്കുക. കണ്ടോ, അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല കുട പോലെ വിരിഞ്ഞ് നിൽക്കുന്നൊരു ചെടിയാണ്. കണ്ടോ, അപ്പോൾ ഇത് കണ്ടല്ലേ, ഇത് വൈറ്റ്, ഇത് ഫുള്ള് നല്ല നിറഞ്ഞ് പൂവായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നിറഞ്ഞ് പൂക്കളുണ്ടാവണമെങ്കിൽ അതിൻ്റെ ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്ക് എൻ്റെ റോസൊക്കെ ഇഷ്ടംപോലെ പൂക്കളുമായിട്ട് നിൽക്കുക. കേട്ടോ, പിന്നെ ഇവിടെ ഇത് രണ്ട് കളറാണേ. ഇത് കണ്ടില്ലേ, റെഡും ഉണ്ട്, അതുപോലെ ഇതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് പിങ്കും പീച്ചും എല്ലാം കൂടെ ചേർന്നൊരു കളറാണേ. ഇനി കുറേ പ്ലാന്റ്സ് ഉണ്ട്, അത് അപ്പുറം വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേ സൈഡിൽ വെച്ചേക്കുവാണ്. അതെല്ലാം കൂടെ പൂക്കളാകുമ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ചെടിയെല്ലാം പലയിടത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ചെടികൾ നിറയെ പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മുടെ ചെടികൾ വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോഴും നിങ്ങളുടെ ചെടിയിൽ നിറയെ ഇതുപോലെ പൂവിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കുറേ ഇലകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇലകൾ ഇതുപോലെ നുള്ളി കൊടുക്കണം. ഇലകൾ നുള്ളി കൊടുക്കണേ. ഇതുപോലെ ഇല നുള്ളി കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ ചെടികൾക്ക് നല്ലതായിട്ട് പൂക്കളിടുവേ. ഇത് ഒരു 2 കളറാണ്. ഇത് ആദ്യം ഒരു കളറാവും, പിന്നീട് ഒരു ഓറഞ്ച് കളർ പോലെ ലൈറ്റ് ഓറഞ്ച് കളറാവുന്ന ഒരു ചെടിയാണേ. ഇത് നിറയെ പൂവിടും. അപ്പോൾ വെള്ളം നമ്മൾ എല്ലാ ദിവസവും, നല്ല ചൂടാണ് നമുക്കറിയാം, ഈ ചൂട് സമയത്ത് നമ്മുടെ ചെടികൾക്ക് എല്ലാ ദിവസവും ഈവനിങ്ങിലും നമ്മൾ നനച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വെള്ളം കൂടി പോകരുത്, നമ്മുടെ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. ഇതുപോലുള്ള ചെടിക്കൊക്കെ ഒരു 1/2 ലിറ്റർ വെള്ളം മതിയാവും. അത്രയും വെള്ളം കൊടുത്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകും, പൂക്കൾ ഉണ്ടാവത്തുമില്ല. പൂക്കൾ നന്നായിട്ട് ഉണ്ടാവുന്നത് കുറയും നമ്മുടെ ചെടിക്കൊക്കെ നനവ് നിന്നാലേ. അപ്പോൾ നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ എപ്പോഴും ഉണങ്ങിയായിട്ട് കിടക്കേണ്ടത്. അപ്പോൾ ഇലകളൊന്ന് വാടുന്നത് കാണുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. സാധാ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഒരു ദിവസമൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും ഈവനിങ്ങിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണേ. പിന്നെ ഈ ചൂട് സമയത്ത് നമ്മൾ പ്രൂണിങ് ഒന്നും ചെയ്യണ്ട ഈ സമയത്ത്. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ. പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, ചിലർ കമൻ്റായിട്ടും ചെയ്യാറുണ്ട്, അവരുടെ ചെടിയിലൊക്കെ പൂ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ പൂ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞതുപോലെ പോവുക. അതൊരു ഫംഗലാണേ. അപ്പോൾ അതിനോട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ചെടി റീപോർട്ട് ചെയ്യുക. നല്ല ഇളക്കമുള്ള മിക്സിലേക്ക് നമ്മുടെ ചെടിയെ ഒന്ന് മാറ്റി കൊടുക്കുക. അതിനായിട്ട് നമ്മൾ മണൽ, ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടിയും കൂടെ ചേർത്ത മിക്സ്. അത് മണൽ കിട്ടുന്നില്ലെങ്കിൽ ചരൽ ചേർന്ന മണ്ണ് നമുക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കരിയിലെ കമ്പോസ്റ്റും കൂടെ ചേർത്ത് നല്ല ഇളക്കമുള്ള മണ്ണിലേക്ക് നമ്മുടെ ചെടിയെ ഒന്ന് മാറ്റി നടണേ. അപ്പോൾ അങ്ങനെ നടുമ്പോൾ പിന്നീട് പൂക്കളുണ്ടാകുമ്പോൾ നല്ല പൂക്കളുണ്ടാവും. പിന്നെ ബൊഗെയിൻവില്ലയെ സംബന്ധിച്ച് മറ്റ് രോഗങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഫംഗൽ വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അതിന് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞതുപോലെ പൊട്ടിവിക്സ് ഫുള്ളായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ ചെടികൾ നിറഞ്ഞിതുപോലെ പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവ വളങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ നമ്മൾ ഈ ചൂട് സമയത്ത് കൊടുക്കാതിരിക്കുന്നതെന്നല്ല. നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. ഇനി നമുക്ക് മഴയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണേൽ കൊടുക്കാം. പക്ഷേ ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവ വളങ്ങൾ, ഒന്നാമതായിട്ട് നമുക്ക് ഈ മുട്ടയുണ്ടല്ലോ, ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ചെടികൾക്ക് ഇതുപോലുള്ള കുറച്ചൊക്കെ പ്രായമായ ചെടികളുണ്ടല്ലോ, അതുപോലത്തെ ചെടികൾക്ക് നമ്മൾ ഈ മുട്ട ജസ്റ്റ് ഉണ്ടല്ലോ, ഇതിന് ചുവട്ടിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് മണ്ണും കൂടി ഇട്ടാൽ മതി. ഇതുപോലുള്ള ചെറിയ ചെടികൾക്കാണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളവും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ചെടിക്ക് ഈ ഒരു മുട്ട കൊടുക്കാൻ പോവാണേ. കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ ഈ മുട്ട നമ്മുടെ ചെടികൾക്ക്. ഞാൻ നേരത്തെയും പല വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട പൂക്കാൻ
ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഈ പൂക്കാൻ നന്നായിട്ട് നമ്മുടെ ചെടികൾ പൂക്കാൻ ഈ മുട്ട നല്ല പ്രയോജനം ചെയ്യും. ഈ സമയത്ത് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൂക്കുവാണല്ലോ. ഒരു സമയത്ത് പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പൂ വരുക. അപ്പോൾ അതിന് നന്നായിട്ട് കാൽസ്യവും മഗ്നീഷ്യവും എല്ലാം വേണം നമ്മുടെ ചെടികൾക്ക്. അപ്പം നമ്മൾ ഈ മുട്ട ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ചെടികൾക്ക് നല്ലതായിട്ട് പൂവിടാനായിട്ട് അത് പ്രയോജനം ചെയ്യുമേ. രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന ജൈവവളം എന്ന് പറഞ്ഞാൽ ബനാനയുടെ തൊലിയുണ്ടല്ലോ, അതും ചെറിയ കേടാകാറായ ബനാനയും ചെറിയ ചെറുപഴങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് അതിനകത്ത് ശർക്കരയുണ്ടയും കൂടെ ചേർക്കണം. ഒരു വലിയ ശർക്കരയുണ്ട ചേർക്കാം. നമുക്കൊരു 10 ബനാനയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി നമ്മളൊരു 2 ലിറ്റർ വെള്ളമായിരിക്കും. അതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനേ. അത് ഇതുപോലെ നമുക്ക് ഡൈലൂട്ട് ചെയ്തത് നമ്മുടെ ചെടികൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാമേ. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ശർക്കര നല്ലതാണ് നമ്മുടെ ചെടികൾ പൂവിടാനേ. മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും പറയാറുള്ളത് പോലെ കടലപ്പിണ്ണാക്ക്. അതും നമ്മുടെ ചെടികൾ പൂക്കാൻ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഇതുണ്ടല്ലേ, നല്ല പൊടിയായിട്ടുള്ള കടലപ്പിണ്ണാക്ക് നമുക്കിപ്പം വളമൊക്കെ മിക്കുന്ന കടകളിൽ കിട്ടുമേ. ഇത് നമ്മളൊരു 1/4 കിലോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തിലോ സാധാ വെള്ളത്തിലോ നമുക്ക് ഒന്ന് പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് 20 ലിറ്റർ ആക്കണം. കഞ്ഞിവെള്ളത്തിലാണെങ്കിലും അത് 20 ലിറ്റർ ആക്കണം. സാധാ വെള്ളത്തിലാണെങ്കിൽ ഒരു 15 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടലപ്പിണ്ണാക്ക് അതുപോലെ നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിരിക്കണം. കഞ്ഞിവെള്ളത്തിലാകുമ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ട് ഡൈലൂട്ട് കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇതുപോലെ ഡൈലൂട്ട് ചെയ്തത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന ജൈവവളമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ലൈക്കൊക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ കമൻറ്റ് ഷെയറൊക്കെ ചെയ്യാമേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.